കേരളത്തിൽ CPM ഇടപെട്ട് നടത്തിക്കൊടുത്ത ഒരു ഉത്തരേന്ത്യൻ പെൺകുട്ടിയുടെ കല്യാണം കേസായി. യുപിയിലെ കുംഭമേള സ്ഥലത്ത് നിന്ന് സോഷ്യൽ മീഡിയ താരമായി മാറിയ പെൺകുട്ടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും വിവാഹം കഴിക്കാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ ആന്റി ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്ന സംഭവമായി മാറുന്നത്. അരിമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് മന്ത്രി വി ശിവൻകുട്ടിയും എ റഹീമും ഒക്കെ പങ്കെടുത്ത് അവരുടെ മുൻകൈയിൽ നടന്ന വിവാഹ ചടങ്ങായിരുന്നു. അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തെളിയുകയാണ്. വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. പ്രായം എന്ന് തെളിയുകയാണ്. കുടുംബം നൽകിയ പരാതിയിൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുന്നതിനുള്ള എതിർപ്പിനെ നേരിടാൻ പെൺകുട്ടിക്കൊപ്പം നിന്നുവെന്നും റിയൽ കേരള സ്റ്റോറി എന്നുമൊക്കെ വലിയ ഹൈപ്പും ചർച്ചയും ഒക്കെ ആയ സംഭവമാണ് ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായം സംബന്ധിച്ച് അന്നേ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് ഈ പെൺകുട്ടിയും ഭർത്താവും തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഹാജരാക്കിയത് പക്ഷേ വ്യാജ ജനന സർട്ടിഫിക്കറ്റും വ്യാജ ആധാർ കാർഡും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ ഡോക്യുമെന്റ്സ് വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അറിയോ? മതനിരപേക്ഷതയുടെ മാതൃകയാണ് കേരളം എന്നായിരുന്നു അന്നത്തെ വിവാഹത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിവാഹത്തെ പിന്തുണച്ചുകൊണ്ട് വിശേഷിപ്പിച്ചത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം. ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. വിവാഹത്തിന് CPM നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി വി ശിവൻകുട്ടിയും MPയും അടക്കം എത്തുന്നതും അതിന് കാർമ്മികത്വം വഹിക്കുന്നതും ആശീർവദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. CPM നേതാക്കൾ എന്തായാലും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മന്ത്രിയുടെയും അതോടൊപ്പം MPയുടെയും ഒക്കെ പ്രതികരണത്തിന് ശ്രമിച്ചു, പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ തയ്യാറല്ല. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. പക്ഷെ അവരെന്തായാലും രഹസ്യമായി പറയുന്നത് 2 പേർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ രേഖകൾ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് അവർ രഹസ്യമായി പറയുന്നത്. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. ഇതിപ്പോൾ കേസായി മാറിയിരിക്കുന്നു, അതും പോക്സോ കേസായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു കേസായി മാറിയിരിക്കുന്നത്. ഞാൻ ഇനിയും പറയും. ഈ കേസിനെ ഇനിയിപ്പോൾ നിയമപരമായി നേരിടുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. ഈ യേശുവേട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? നീ എങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, എനിക്കത് മതി.